ജന്മാദ്യസേതോന്നയാതിതരതച്ചാർത്തേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഖ്യന്തേ സൂര്യ തേജോവാരി മൃതാം മേധാവിനിമയോ എത്രത്തിദർഗോമുഷാ ധാംനാസേന സദാ നിരസ്തഗോഹം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മസംരകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം നമ്മൾ അവസാനിപ്പിച്ചു. ദ്വിതീയ സ്കന്ധം പരീക്ഷത്തിൻ്റെ ചോദ്യത്തിന് ശുഗമഹർഷി പറയുന്ന ഉത്തരമാണ്. ശുഗൻ ആദ്യം തന്നെ പരീക്ഷത്തിൻ്റെ ചോദ്യത്തിനെ ഒന്ന് അംഗീകരിക്കുക, അഭിനന്ദിക്കുകയാണ്. ശ്രീശുഗ ഉവാച വരീയാനേഷത്തെ പ്രശ്നകൃതോ ലോകഹിതം നൃപ ആത്മവിസമ്മത പുംസാം ശോധവ്യാധിഷു യത്പരാ ഹേ നൃപ തേ പുംസാം ശോധവ്യാധിഷു പരയ പ്രശ്നകൃത. ഏതൊരു ചോദ്യമാണോ ചെയ്തത്, പ്രശ്നം എന്ന് പറഞ്ഞാൽ ചോദ്യം, ഏതൊരു ചോദ്യമാണോ ചെയ്തത് അത് വളരെ നല്ലൊരു ചോദ്യമാണ്. എന്താണ് അതിൻ്റെ മഹിമ ചോദ്യത്തിൻ്റെന്ന് വെച്ചാൽ ലോകഹിതം, ലോകത്തിലുള്ളവർക്ക് മുഴുവൻ ഇതിൻ്റെ ഉത്തരം പ്രയോജനപ്പെടും. അങ്ങേക്ക് മാത്രമല്ല, മഹാന്മാരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ലോകത്തിന് ഉപകാരമായി തീരുന്നതാണ്. അവർക്ക് നേരം പോക്ക് മാത്രമല്ല, ആത്മവിസമ്മത ആത്മബോധമുള്ളവർക്ക് വളരെയേറെ പ്രിയങ്കരവും യോജിച്ചതും ആകുന്നു. വരീയാനേഷത്തെ പ്രശ്നകൃതോ ലോകഹിതം നൃപ തേ ശ്രോതവ്യ, അതായത് ചോദിച്ചതായിട്ടുള്ള കാര്യം ചോദ്യം, കൃത ചോദിക്കപ്പെട്ടുവോ അത് ലോകഹിതം ആകുന്നു. ആത്മവിത്ത് ആത്മജ്ഞാനികൾക്ക് വളരെയേറെ യോജിച്ചതാണ്. ശ്രോതവ്യാദീനി രാജേന്ദ്രാനൃണാം സന്ധി സഹസ്രശ അപശ്യതാം ആത്മതത്വം ഗൃഹേഷു ഗൃഹമേദിനാം. പറയണം, കേൾക്കാനാണെങ്കിലും പറയാനാണെങ്കിലും അനവധി മാർഗം ഇഷ്ടം പോലെ ഉണ്ട്. ഗീതയുണ്ട്, ഉപനിഷത്തുകൾ തന്നെ 108 ഉണ്ട്, വേദങ്ങളുണ്ട്, ഇല്ലേ, എന്തൊക്കെയുണ്ട്, ബ്രാഹ്മണങ്ങളും ഇങ്ങനെ നോക്കുക വെച്ചാൽ ഒരുപാട് കേൾക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. രാജേന്ദ്ര അല്ലയോ രാജാവേ, ആത്മതത്വം അപശ്യതാം, ആത്മതത്വം അറിയാത്ത ഗൃഹേഷു മേധിനാം, ഗൃഹസ്ഥന്മാർക്ക്, ഗൃഹേഷു ഗൃഹമേധിന എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥന്മാർ എന്ന് പൊതുവേ 2 വാക്കാക്കി പറഞ്ഞു. വീട്ടിൽ തന്നെ ഇരിക്കുന്നവർക്ക്, നൃണാം മനുഷ്യർക്ക്, ശോധവ്യാധീനി കേൾക്കാൻ ആയിരക്കണക്കിന് ഉണ്ട്, സഹസ്രശ അനേകായിരം. ശ്രോതവ്യാധീനി രാജേന്ദ്ര, ഹേ രാജേന്ദ്ര, നൃണാം ശ്രോതവ്യാധീനി സഹസ്രശ സന്ധി, ആയിരക്കണക്കിനും ഉണ്ട്, സന്ധി ഉണ്ട്. അപശ്യതാം ആത്മതത്വം, അത് ഗൃഹസ്ഥാശ്രമികളുടെ അജ്ഞാനത്തെ വിശേഷിപ്പിക്കുകയാണ്. ഒരു ആത്മതത്വം കാണാതെ ഇവിടെ എന്താ ഉള്ള വെച്ചാൽ അത് മാത്രമേ ഉള്ളൂ, അതിലപ്പുറം ഒന്നുമില്ല എന്ന് വിചാരിച്ച് ഊണയ്ക്കുക, ഉറങ്ങുക, ലോകവർത്തമാനവും പറഞ്ഞ് നടക്കുക. അങ്ങനത്തെ ഗൃഹമേധികൾക്ക് കേൾക്കാൻ, ഉയരാൻ ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോൾ ഇവിടെ 7 ദിവസം കൊണ്ട് പറ്റുമോ? ഇതൊക്കെ ഉണ്ടായിട്ടും അവരതാണോ കേൾക്കുന്നത്? ആ ഒരു കഥ പറഞ്ഞിരിക്കുക അടുത്ത ശ്ലോകത്തിൽ. എങ്ങനെയാണ് മനുഷ്യന്മാർ സമയം ചെലവഴിക്കുന്നത്? നിദ്രയാ ഹ്രീയതേ നക്തം, രാത്രി ഉറങ്ങിയിട്ട് സംശയിക്കാനൊന്നുമില്ല, എല്ലാവരും അങ്ങനെ തന്നെ ഉറങ്ങാണ്ടിരിക്കാൻ പറ്റുമോ? നിദ്രയാ ഹ്രീയതേ നക്തം, അതിനൊന്നും നിവൃത്തിയില്ല, രാത്രി ഉറങ്ങണതിനിപ്പോൾ കൂടാതെ കഴിയില്ലല്ലോ. വ്യവായേന ചവാവയ, പകലോ ഉറക്കം കൊണ്ടും പിന്നെ രാത്രി സ്ത്രീ സേവ കൊണ്ടും. സ്ത്രീ പുരുഷ ബന്ധം സ്ത്രീ സേവയ്ക്കാണ് വ്യവായം എന്ന് പറയുക. രാത്രി ഉറക്കവും വ്യവായവുമായിട്ട് അങ്ങനെ പോവും, സ്ത്രീ സംഘവും സ്ത്രീ ആയിട്ട്. ദിവ എന്ന് പറഞ്ഞാൽ പകൽ, ദിവാനക്തം എന്ന് പറഞ്ഞാൽ രാവും പകലും എന്നാണ്. ഇപ്പം ദിവാചാർത്തേകയാ രാജൻ, പകലോ കുടുംബഭരണേനവ, പണം സമ്പാദിക്കുക. അർത്ഥേഹ എന്ന് പറഞ്ഞാൽ പണം സമ്പാദിക്കാനുള്ള ആഗ്രഹം, ഈഹ ആഗ്രഹം, അർത്ഥേഹ പണത്തിനുള്ള ആഗ്രഹം കൊണ്ടോ കുടുംബത്തെ ഭരിക്കുന്നത് എങ്ങനെ അതിനെ ചിന്തിച്ചിട്ടോ പകല് കളയും. ഞാൻ കുടുംബനാഥനാണ്, അങ്ങനെയാണ് ഇവിടെ ഞാൻ വന്നത് നടക്കുള്ളൂ, അങ്ങനെ വേണം, നീ എന്താ അങ്ങനെ ചെയ്ത്, അപ്പോൾ ആ കാര്യം എന്താ, കൃഷ്ണകാര്യം, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും ഒരു വീടായ, അല്ലേ? അപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കുക, പറയുക, അങ്ങനെ പകല് പോയി.
രാത്രി കിടന്ന് ഉറങ്ങിയിട്ടും പോയി. ഈ പകലിനെ ഒന്ന് വിസ്തരിച്ചിരിക്കുകയാണ്. എങ്ങനെയൊക്കെയാ സമയം കളയുക. ദേഹാപത്യ കളത്രാദിഷ്വാത്മസൈന്യേഷു അസസ്വപി തേഷാം പ്രമത്തോ നിധനം പശ്യന്നഭിന പശ്യതി. ദേഹം അപത്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ, സന്താനങ്ങൾ. അപത്യം, അനപത്യം എന്ന് പറഞ്ഞാൽ കുട്ടികളില്ലാത്ത ദുഃഖത്തിനാണ് അനപത്യ ദുഃഖം. അപ്പം അപത്യം കുട്ടികൾ. കളത്രം പത്നി, ആദിഷു ആത്മസൈന്യേഷു. ഇതിനിവിടെ ആത്മസൈന്യം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. കൂടെയുള്ളവർ നർത്ഥം. എൻ്റെ കൂടെയുള്ള പെണ്ണും പിടക്കോഴി എന്നൊക്കെ നമ്മൾ പച്ച മലയാളത്തിൽ പറയണതിന് വേറെ സൈന്യം വാക്ക് പറഞ്ഞു, ആത്മസൈന്യം. അതിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊക്കെ അസത്യഭി, സത്യമല്ല. ഇന്നുണ്ടായിട്ട് നാളെ ഇല്ലാതെ എവിടേനെ സത്യം എന്ന് പറയില്ല. സത്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സദാ ത്രായതേ ഇതി സത്യ, എപ്പോഴും ഉള്ളതിനെ നമ്മൾ സത്യം എന്ന് പറയാം. നമ്മൾ കുറേ കാലം മുമ്പ് ഇവിടെ ഇല്ലാണ്ടോ? 70 കൊല്ലം മുമ്പ് നമ്മളുണ്ടോ ഇവിടെ? ഇനി കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും, അതുമില്ല. അപ്പോൾ കുറച്ച് കാലത്തേക്ക് മാത്രം കാണുന്ന നമ്മൾ അസത്സു, സത്യമല്ല. എപ്പോഴും ഉള്ളത് ഭഗവാൻ മാത്രം, അത് മാത്രമാണ് സത്യം. അപ്പോൾ അസത്തുക്കളായിട്ടുള്ള ഭാര്യ, മക്കൾ, കുട്ടികൾ. അസത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ദേഷ്യപ്പെട്ട് പറയുമ്പോൾ അസത്ത് അല്ല കേട്ടോ, അർത്ഥമല്ല. അവിടെ സ്ഥിരമല്ലാത്ത. ജനിക്കുമ്പോൾ നമ്മുടെ കൂടെ ഭാര്യയുണ്ടോ, കുട്ടികളുണ്ടോ? മരിക്കുമ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് പോകണം വേണ്ടേ? അപ്പോൾ ഇടക്കാലത്ത് അങ്ങനെ ഒരു സംഗമം അത്രയേ ഉള്ളൂ. ഒരു സത്യമല്ല, അസത്തുക്കളായിരിക്കുന്ന, സത്യമല്ലാത്തതായിരിക്കുന്ന ആത്മസൈന്യേഷു, അത് തന്നെ ശ്രദ്ധിച്ച് വേറൊരു ചിന്തയില്ലാതെ തേഷാം പ്രമത്തോ, അതിലങ്ങനെ മുങ്ങുക, മത്തനാവുക. മുങ്ങി 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 ഒരു ബോധവും ഇല്ലാണ്ട് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. തേഷാം പ്രമത്തോ നിധനം പശ്യന്നഭിന പശ്യതി. നിധനം മരണം. മരണത്തെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നു. ഈ മഹാഭാരതത്തിലൊരു യക്ഷപ്രശ്നം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അതിൽ 10 ചോദ്യങ്ങൾ ധർമ്മപുത്രരോട് ചോദിക്കുകയുള്ള ഒരു ചോദ്യമാണ്. രാമബണ്ണ അവിടെ ഇരിക്കട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഏതാണ് ധർമ്മപുത്ര? യമൻ ഒരു പക്ഷിയായിട്ട് വന്നിട്ട് ചോദിച്ചു എന്നാണ്. അപ്പോൾ പറഞ്ഞു, ഈ മരണം ഉള്ളതായിട്ടുള്ള മനുഷ്യൻ തനിക്ക് അത് ഇല്ല എന്നിങ്ങനെ വിചാരിച്ചിട്ടുള്ള ഈ നടത്തണ്ടല്ലോ, ആർക്കെങ്കിലും വിചാരമുണ്ടോ എങ്ങനെയാവും അവർ? അപ്പോൾ ഈ മുമ്പിൽ മരണത്തെ കാണുക എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ മരണം മുമ്പിൽ കാണുന്നുണ്ട്. ഒരു ശരീരം കത്തിക്കണതും സംസ്കരിക്കണതും മരിച്ച് കിടക്കണതും ഇനി യാതൊരു ചലനം ഉണ്ടാവില്ല എന്ന് കരുതി മറ്റുള്ളവർ ദുഃഖിക്കണത്, എടുത്ത് കൊണ്ടുപോകണതൊക്കെ കാണുന്നുണ്ടല്ലേ. അതാണ് നിധനം പശ്യൻ. ഇതാ കാണുന്നു മരണം. എന്നാളുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിട്ടാണ് വരണത്. അപ്പം മരണം കാണുന്നില്ലേ? കാണുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ തനിക്ക് ഒരു ദിവസം ഇതുണ്ടാവും എന്ന ചിന്ത ഇല്ല. അത്ഭുതമല്ല. ഇത്രയൊക്കെ മരണം കണ്ടിട്ട് എന്തുകൊണ്ട് ഇത് നമുക്ക് ഉണ്ട് എന്ന് കരുതുന്നില്ല? അവിടെയാണ് മായയുടെ പ്രവർത്തനം. അല്ല അങ്ങനെ വിചാരിച്ചാൽ ബുദ്ധിമുട്ടുമായി. മരണം ഉണ്ട് വിചാരിച്ചിരുന്നാലേ. അപ്പം തേഷാം നിധനം പശ്യന്നബി, മരണം കണ്ടിരിക്കുന്നവനാണെങ്കിലും ന പശ്യതി, കാണാതെ ഇരിക്കുന്നത് പോലെ കാട്ടിക്കൂട്ടണു. ഈശ്വരനെ മറന്നിട്ടും അഹങ്കരിച്ചിട്ടും നല്ല കാര്യങ്ങളെ ശ്രദ്ധയില്ലാതെയും വെറുതെ ഈ ലോകകാര്യങ്ങളിലും നാട്ടുവർത്തമാനങ്ങളും സീരിയലും ഒക്കെ നാട്ടുകാര്യങ്ങളിൽ പെടും. അതുമാത്രം കണ്ട് കേട്ട് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാണ്ടിരിക്കണ ഈ ഒരു അവസ്ഥ എങ്ങനെ ഇവർക്ക് സാധിക്കണം? അതാണ് ഏറ്റവും വലിയ അത്ഭുതം. തേഷാം പ്രമത്തോ നിധനം പശ്യൻ അഭി ന പശ്യതി. നിധനം കണ്ടിട്ടും നിധനം ഇല്ലാത്തതാകുന്നു എന്ന് കരുതുന്ന ആ മനോഭാവം ഉണ്ട്. അങ്ങ് ആദ്യം ചിന്തിക്കേണ്ടത് മരണമാണ്. ആ മരണം ഉണ്ട് എന്ന് ആദ്യം ഉറപ്പിക്കുക. അപ്പം അതിന് ശേഷം എന്താ ഉണ്ടാവുക എന്നൊരു ചിന്ത വരും അല്ലേ? അപ്പം നല്ലതേ ചെയ്യാൻ തോന്നും. തസ്മാത് ഭാരത സർവാത്മാ ഭഗവാൻ ഈശ്വരോ ഹരി ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യശ്ച ഇച്ഛത അഭയം. മർത്തവ്യശ്ച ഇച്ഛത അഭയം. ഭയമല്ല, അഭയം. ഭയമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തണച്ചാൽ എന്തുണ്ടാവണം? ഈശ്വരനായിരിക്കുന്ന ഹരി, ഭഗവാൻ ഹരിരീശ്വര എന്നും ആവാം, ഈശ്വരോ ഹരി. ഇനി അവൻ രണ്ട് ഗ്രന്ഥത്തിൽ ചില വിധത്തിൽ ഹരിരീശ്വര, ചിലത്തിൽ ഈശ്വരോ ഹരി. ആ ഈശ്വരനായിട്ടുള്ള ഹരിയെക്കുറിച്ച് കേൾക്കുക.
എന്താണ് മരണം ഉറപ്പായിട്ടുള്ള ആൾ ചെയ്യേണ്ടതെന്നല്ലേ ചോദിച്ചത്. ഹരിയെക്കുറിച്ച് കേൾക്കുക, ശ്രോതവ്യ, കീർത്തിക്കുക, സ്മർത്തവ്യ, സ്മരിക്കുക. ആ മരണത്തെ പേടിക്കാതെ നേരിടണമെങ്കിലും യാതൊരു ഭയവും ഇല്ലാതെ ആവണമെങ്കിലും എന്തുണ്ടാവണം? ഭയമില്ലാത്ത അവസ്ഥയെ ആഗ്രഹിക്കുന്നുവെങ്കിൽ മർത്തവ്യ, ഭഗവാനെക്കുറിച്ച് സ്മരിക്കണം, ഹരിയെക്കുറിച്ച് സ്മരിക്കുക. സ്മർത്തവ്യ ഇച്ഛത, അഭയം. 4 വാക്കുണ്ട് ആ ഒറ്റ ബ്ലോക്കിൽ. സ്മർത്തവ്യ ഒന്ന്, എന്ന് അവ്യയം, അനവധി അർത്ഥമാണ്. അവ്യയത്തിന് ഇന്ന അർത്ഥം എന്നില്ല. ഇവിടെ ചേരാച്ച അർത്ഥത്തിന് ഒരു അക്ഷരത്തിന് തേക്കാനാണ് ച. അപ്പം സ്മർത്തവ്യ പ്ലസ് ച കൂടുമ്പോൾ ഇഷ്ടയാവുകയാണ്. ശരിക്കും ഇഷ്ടയില്ല, ചായാണ് അവ്യയം. ഇതിന് അവ്യയം എന്നാണ് പറയുക. അവ്യയനാം അനേകാർത്ഥം, അനവധി അർത്ഥമാണ്, നിശ്ചിതാർത്ഥമില്ല. മർത്തവ്യ പ്ലസ് ച, വെറും ച ചേരുമ്പോൾ എന്തായി? ഇഷ്ട ആയി. മർത്തവ്യ ച ഇച്ഛത, ആഗ്രഹിക്കുക, ഇച്ഛിക്കുക. അഭയം 4 വാക്കാണ്. മർത്തവ്യശ്ച ഇച്ഛത അഭയം, മർത്തവ്യശ്ചേച്ഛത അഭയം, അഭയമാണ്. പേടിയൊക്കെ പോണോ മനസ്സിന്ന് മരണഭയം? എങ്കിൽ ഈശ്വരനായിരിക്കുന്ന ഹരിയെ സ്മരിക്കൂ. ഏതാവാൻ സാംഖ്യയോഗാഭ്യാം സ്വധർമ്മ പരിനിഷ്ഠയാ ജന്മലാഭപരപുംസാം അന്തേ നാരായണ സ്മൃതി. സാംഖ്യയോഗപ്രകാരം ഈശ്വരകാര്യത്തെക്കുറിച്ച് പറയുന്ന ശാസ്ത്രപ്രകാരം ഒരു മനുഷ്യൻ്റെ പരമമായിരിക്കുന്ന നിഷ്ഠ എന്താണ്? സാംഖ്യയോഗത്തിൽ പരിനിഷ്ഠ, സ്വധർമ്മശ്രദ്ധ കൊണ്ടും നമ്മൾ നേടേണ്ടത് ഒറ്റ കാര്യമാണ്. മരണസമയത്ത് ഈശ്വരനെ സ്മരിക്കുക. ജന്മലാഭപരപുംസാം അന്തേ നാരായണ സ്മൃതി. ശരീരം ഉപേക്ഷിച്ച് ഇവിടുന്ന് പോകുമ്പോൾ കൃഷ്ണ നാരായണ എന്ന് വിളിച്ചിട്ട് ഇവിടുന്ന് പോകാൻ തരാവണം. അതുവരെ വിളിച്ചിട്ടും കാര്യമില്ല എന്നാണ് പറയണത് ചിലർ. ആ സമയത്ത് നമുക്ക് തോന്നിയില്ലെങ്കിൽ ഇതൊക്കെ വെറുതെ. അപ്പോൾ ആ സമയത്ത് തോന്നണമെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണം. നമ്മൾ ശ്രമിക്കാന്നേയുള്ളൂ. നേരത്തെ കൂട്ടി ശ്രമിച്ചാൽ ചിലപ്പോൾ തരായിന്ന് വരും, ശ്രമിച്ചില്ലെങ്കിൽ തരാവില്ല എന്ന് ഉറപ്പ്. സംശയമൊന്നുമില്ല. അപ്പോൾ അപ്ലൈ ചെയ്തവർക്കൊന്നും ജോലി കിട്ടില്ല. പക്ഷേ അപ്ലൈ ചെയ്യാതെ ജോലി കിട്ടുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യലാണ് നേരത്തെ ശ്രമിക്കൽ. അപ്പോൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അതിനും വേണത്ര ഭാഗ്യം കേട്ടോ, എല്ലാവർക്കും കിട്ടില്ല. അതുവരെ ഭക്തന്മാരായിട്ട് മരിക്കുമ്പോൾ ഇതൊന്നും കേൾക്കണ്ട എന്നുള്ള ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഒരു കഷ്ടകാലവും നിർഭാഗ്യം എന്നേ പറയുള്ളൂ. അങ്ങനെയുള്ളവരുണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് ചിലരൊക്കെ. അതുവരെ വലിയ ഈശ്വരഭക്തിയും ഭാഗവതവും ഒക്കെ ആയിട്ട് നടന്നിട്ട് മരിക്കുമ്പോൾ ഇതൊന്നും കേൾക്കുക വേണ്ടാന്ന്. എന്താ ചോദിച്ചപ്പോൾ എന്താ പറയുക? കാരണം പറയാൻ പറ്റില്ല, അവർക്ക് കേൾക്കാൻ ഇഷ്ടമല്ല. അപ്പം അങ്ങനെ ഉണ്ടാവും നിർഭാഗ്യവാന്മാരായിട്ടുള്ളവർക്ക്. അതുകൊണ്ട് ജന്മലാഭ, ഏറ്റവും വലിയ ലാഭം ഇവിടെ വന്നിട്ട് എന്താണെന്നറിയോ? അന്തേ നാരായണ സ്മൃതി. അങ്ങനെ ഇവിടുന്ന് പോവാൻ തരായാൽ അവന് യാതൊന്നും നഷ്ടമില്ല, അവിടെ സമ്പാദിച്ചില്ല എന്നുള്ള ദുഃഖം വേണ്ട. കാരണം വേണ്ടത് അവൻ നേടിക്കഴിഞ്ഞു. ജന്മലാഭപരപുംസാം അന്തേ നാരായണ സ്മൃതി. പ്രായേണ ഉനയോ രാജൻ നിവൃത്ത വിധിഷേധത നിർഗുണ്യത്താരമന്തേത്മ ഗുണാനുഗതനേഹരേ. ഈ മുനികൾ രാജൻ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്. പ്രായേണ മുനയോ രാജൻ, മഹർഷിമാർ. വിധിഷേധത, വിധി നിഷേധം, ഒരക്ഷരയുടെ നിഷേധം ഒഴിവാക്കിയിരിക്കുകയാണ്. സംസ്കൃതത്തിൽ ചിലപ്പോൾ ഒരു വാക്ക് ചേർക്കും, ചില വാക്ക് ഒഴിവാക്കും. ഇവിടെ വൃത്തം ശരിയാവാൻ അതിന് സാങ്ഷൻ ഉണ്ട്. നിഷേധത, വിധി നിഷേധത എന്ന് പറഞ്ഞാൽ ഒരക്ഷരം അധികമാവും. അപ്പം അതിനുവേണ്ടി വിധിഷേധത, അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട് കേട്ടോ. ചിലപ്പോൾ ഒന്ന് കുറയ്ക്കും, ചിലപ്പോൾ ഒന്ന് കൂട്ടും ചെയ്യും. സു എന്നൊരു വാക്ക് ചേർത്താൽ ചിലതിക്കൽ ഒരാവശ്യമൊന്നും ഉണ്ടാവില്ല, എന്നാലും ചേർക്കും. വിധിഷേധത, വിധി നിഷേധം ഇവ ചിന്തിച്ച് തലപുണ്ണാക്കാതെ എന്ത് ചെയ്യുന്നു? നിർഗുണ്യത്താരമന്തേസ്മ, നിർഗുണ ബ്രഹ്മമായിട്ടുള്ള ഈശ്വരനിൽ നിർഗുണ്യത്താ ഹരേ രമന്തേ, നിർഗുണനായിട്ടുള്ള ഭഗവാനിൽ രമിക്കുന്നു. ഗുണാനുഗതനേ ഹരേ, നിർഗുണ്യത്താ ഹരേ ഗുണാനുഗതനേ രമന്തേ. നിർഗുണനായിട്ടുള്ള ഹരിയുടെ ഗുണാകഥനത്തിൽ രമിക്കുന്നു. വിധി നിഷേധം
ഇത് 2 ലിസ്റ്റാണ്. ചെയ്തു കൂടാവുന്നതും ചെയ്തു കൂടാത്തതും. എന്നതൊക്കെ മസ്റ്റ്, എന്നതൊക്കെ ഡൗണ്ട്. അപ്പോൾ അറിയാച്ചാൽ ഒരുപാടുണ്ട് ശാസ്ത്രങ്ങളിൽ. അതിൻ്റെ പിന്നാലെ പോവില്ല എന്നവിടെ പറയണം. പോണ്ട. വിധി നിഷേധ, അതിൽ നിന്ന് നിവർത്ത വിധിഷേധത. അവിടെയാണ് ഈ ചില ആളുകൾ ചില ഘട്ടത്തിൽ ഭക്തി അതിയായ അവർ ഈ ക്ഷേത്രത്തിൻ്റെ പിന്നാലെ പോകുന്നില്ല കേട്ടോ. ക്ഷേത്രമൊക്കെ അതിൻ്റെ ഇടയിൽ ഒരു തട്ട് എന്നല്ലാതെ അതിൻ്റെ മുകളിൽ തന്നെയാണ് അധികം ആളുകളും പിടിച്ച് നിൽക്കണത്. അവിടെ കുഴപ്പം. അവിടുന്ന് ഇങ്ങനെ ആരംഭിച്ചതുകൊണ്ട് തെറ്റൊന്നുമില്ല. കാരണം അവിടെ നിന്നാണല്ലോ വലുതും കേൾക്കുക. നല്ല കാര്യങ്ങൾ ഈശ്വരൻ എന്ന പദ്യം തന്നെ കേൾക്കുന്നത്. ചിലപ്പോൾ ഭാഗവതം വായന ഉണ്ടാവാം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതായ അവിടെ തന്നെയാണ് ഈശ്വരൻ എന്നുള്ള ആ ഭാവേന ഇന്ന് വലിയൊരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. വലിയ സമൂഹം തന്നെ എന്ന് പറയാം, ചെറിയ സമൂഹമൊന്നുമല്ല. അത് വേണ്ട എന്ന് നിവൃത്തിശാസ്ത്രം ഉദ്ഘോഷിക്കുന്നു. ഭാഗവത ആദിശാസ്ത്രങ്ങൾ, ഗീതയും ഉപനിഷത്തും ഒന്നും ക്ഷേത്രങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഏതെങ്കിലും ഉപനിഷത്ത് 108 ഉപനിഷത്തുണ്ട്. ഗീതയിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി തൊഴുകണം പറഞ്ഞിട്ടുണ്ടോ? നോക്കൂ. ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് ഗൃഹസ്ഥൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം, ഏകാദശത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏതുവരെ വേണ്ടു? മനസ്സിലുള്ള ഈശ്വരനെ കാണണം എന്നുള്ള ഭക്തിയോഗക്കരെ മാത്രമേ വേണ്ടൂ. പറഞ്ഞിട്ടുണ്ട്, ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് ക്ഷേത്ര ദർശനം ആവശ്യമാണ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഒരുപാട് ഒന്നാമത് വേണ്ടാത്തതാണ് അധികം. ആന, ഇത് ഏത് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്? പറഞ്ഞിട്ടില്ല. അടക്കം ഏത് വേദത്തിൽ വേണ്ട? വെടിക്കെട്ട്. ഈ തന്ത്രവും വെടിക്കെട്ടും ആനയും തന്ത്രിയും തൊട്ടുകൂടായ്മയും തീടിക്കൊണ്ട് അല്ലേ ക്ഷേത്രത്തിൽ ചെന്ന് അങ്ങോട്ട് മാറി നിൽക്കൂ, ഇങ്ങോട്ട് മാറി നിൽക്കൂ. ഇതിനാണോ ആത്മീയം? സനാതനധർമ്മം എല്ലാം ഒരുപോലെ കാണാനാണ്. അതുകൊണ്ട് പല അന്ധവിശ്വാസങ്ങളും പല അനാചാരങ്ങളും ദുരാചാരങ്ങളും കടന്നുകൂടിയ ക്ഷേത്രങ്ങളിൽ ഇന്നും അത് തുടരുന്നു എന്നത് വളരെ കഷ്ടമാണ്. ഇതിപ്പോൾ ഞാൻ മാത്രം പറയുന്ന ഒരു ഭ്രാന്തനാശയാണെന്ന് കരുതണ്ട ദയവ് ചെയ്തിട്ട്. മൃദാനന്ദമയി പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിൽ ഭക്തി ജനിക്കാം, പക്ഷേ അവിടെ തന്നെ നമ്മുടെ ഭക്തി അവസാനിക്കരുത്. ഭക്തി ആരംഭമാണ് ക്ഷേത്രം, ആരംഭസ്ഥാനമാണ് ക്ഷേത്രം. അവിടെ തന്നെ നിൽക്കാൻ പാടില്ല. നിന്നാൽ നമ്മൾ എവിടേക്കും ഉയരില്ല. ആന, വെടിക്കെട്ട്, ഉത്സവം, പൂരം, ഇതിൽ എന്ത് ഭക്തിയുള്ളത്, എന്ത് ജ്ഞാനമുള്ളത്? എന്തിനാ അതൊക്കെ? ഇങ്ങനെ പറയില്ലായിരുന്നു. ക്ഷേത്രത്തിൽ വേദോച്ചാരണമുണ്ട്, അന്നദാനമുണ്ട്, ഗീതപാരായണമുണ്ട്, ഭാഗവത പാരായണമുണ്ട്. എന്താണ് ഈശ്വരൻ എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സംഗതികൾ ക്ഷേത്രത്തിൽ നടക്കുന്നുവെങ്കിൽ ഒരിക്കലും ഈ ക്ഷേത്രം അനാവശ്യമാണെന്ന് പറയില്ല. ഇന്നൊന്ന് നോക്കൂ നിങ്ങൾ. ഭാഗവതം വയ്ക്കുക, ഭാഗവത 7 ദിവസം വയ്ക്കാൻ പറഞ്ഞു നോക്കൂ. പലർക്കും മടിയാണ് അല്ലേ? ചിലവാണത്. അപ്പോൾ ഈ ചിലവ് എത്രയോ ലക്ഷങ്ങൾ ചെയ്ത് ഗാനമേള നടത്തുമ്പോഴോ ലക്ഷങ്ങൾ കൊടുത്തിട്ട് വേണം ഗാനമേള. അല്ലാണ്ട് നടക്കുമോ? ഒരാനയെ 1 മണിക്കൂർ എഴുന്നള്ളിക്കാൻ എത്ര ലക്ഷമാണ്? തലയെടുപ്പിനനുസരിച്ചിട്ട് ലക്ഷങ്ങൾ കൂടും ഇല്ലേ? വെടിക്കെട്ടിന് എത്ര ലക്ഷമാണ്? ഇതിനൊന്നും ചിലവ് അവർക്ക് പ്രശ്നമല്ല. 7 ദിവസം ചോറ് കൊടുക്കണമെങ്കിൽ താങ്ങുമോ ചിലവ്? അപ്പോൾ ഈ ക്ഷേത്രം ശരിയാണോ ചെയ്യണത്, തെറ്റാണോ ചെയ്യണത് എന്ന് പറഞ്ഞാൽ മതി, ഞാൻ പറയണില്ല. അതുകൊണ്ട് ഈ ലക്ഷങ്ങളും കോടികളും വെടിക്കെട്ടിനും ആനയ്ക്കും ചിലവാക്കി വെറുതെ പൈസ നശിപ്പിക്കുക എന്നല്ലാതെ വിധി നിഷേധം. അപ്പോൾ അത് ആണ് ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ഇതൊക്കെ ക്ഷേത്രങ്ങളിലുണ്ടാവും. അത് ചെയ്തുകൂടാവുന്ന ചെയ്തു. ഇപ്പോൾ ലേയാമ്പലത്തിൽ പോകാൻ പാടുമോ, എന്നത് ചെയ്യാൻ പാടുമോ, അങ്ങോട്ട് കിടക്കാൻ പാടുമോ, ഇങ്ങോട്ട് കിടക്കാൻ പാടുമോ? ഇതൊക്കെ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരണോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രം വരണോ? ഇതിൽ നിന്ന് വിട്ടോളൂ. ഇതിൽ കടന്ന് തിരിഞ്ഞാൽ ഒരു കാലത്തും ഉയർച്ചയുണ്ടാവില്ല. ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം അതീതവൻവാപരാധു പിതൃദൈവായനാദകം. ഏത് ക്ഷേത്രത്തിൽ പോകണം, ഏതാഴ്ച വെള്ളിയാഴ്ച ദേവിയെ കാണണം, വ്യാഴാഴ്ച വിഷ്ണുവിനെ എങ്ങനെ കണ്ടോ, മേലെ ആ ക്ഷേത്രത്തിൽ പോവാം, അത് ശരിയാണോ ശരിയല്ലേ? സംശയങ്ങൾ, തർക്കങ്ങൾ,
2 നേരം കുളിക്കണോ, രാവിലെ കുളിച്ചാൽ പോലും ഇതൊന്നുമില്ലാത്ത ഒരു ശാസ്ത്രം എന്താ കേട്ടോളൂ, ഇതിലൊന്നും വിഷയമില്ല. നമുക്ക് വയ്യെങ്കിൽ കൈയും കാലും കഴുകിയാൽ മതി. ഇതം ഭാഗവതം നാമപുരാണം ബ്രഹ്മസംഹിതം, ബ്രഹ്മജ്ഞാനത്തെ പ്രതിപാദിക്കുന്ന ഒരു ഭാഗവതം. ശുഗമഹർഷി പറയുകയാണ്, എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നുണ്ട്, ഇതിൽ വിധിയോ നിഷേധമോ സംശയലേശത്തിനോ അവകാശമില്ല. ഇന്ന ആളൊക്കെ പാടൂ, ഇന്ന സമയത്തേ പാടൂ. രാത്രി ഭാഗവതം വായിക്കാൻ പാടുമോ? ചിലർക്ക് സംശയം. എന്ത് രാത്രി വായിച്ചാൽ? പഴയ കാലത്ത് ഒരു കഥയുണ്ട്, രാത്രോ ക്ഷോര പ്രസംഗേണ. രാത്രി ഭാഗവതം വായിക്കേണ്ടത്. ഭാരതത്തിലുള്ളവരൊക്കെ എങ്ങനെയാണ് സമയം കളയണമെന്ന് ചോദിച്ചു നാരദനോട്. അപ്പം നാരദൻ പറഞ്ഞു, രാവിലെ ചൂത് കളിച്ചിട്ട് ഉച്ചയ്ക്ക് സ്ത്രീ വിഷയമായിട്ട് വൈകുന്നേരം കള്ളന്മാരുടെ കഥയായിട്ട്. കേട്ടാൽ തോന്നും മഹാബദ്ധം. പ്രാതോ ചൂതപ്രസംഗേണ. ചൂതുകളി മഹാഭാരതം വായിക്കട്ടെ, അതാണ് ചൂതപ്രസംഗേണ. മധ്യാഹ്നേ സ്ത്രീ പ്രസംഗത. ഉച്ചയ്ക്ക് സീതയുടെ കഥ, സ്ത്രീ വിഷയമല്ല. രാമായണം വായിക്കുക, ഉച്ചയ്ക്ക് രാമായണം വായിക്കുക. സീതയുടെ കഥയാണ് സ്ത്രീ പ്രസംഗം. രാത്രി കള്ളകൃഷ്ണൻ്റെ കഥ ഭാഗവതം വായിക്കുക. അപ്പോൾ രാത്രി ഭാഗവതം. അപ്പോൾ ഈ വക സംശയങ്ങളൊന്നുമില്ല, ഇതിനത് ആവശ്യമില്ല, കളഞ്ഞേക്കൂ. ഇതം ഭാഗവതം എപ്പോഴും ആർക്കും ആവാം. നാമപുരാണം ബ്രഹ്മസംഹിതം അതീതവാൻ ദ്വാപരോധു. ദൈവായനായിട്ടുള്ള വ്യാസനിൽ നിന്ന് ഞാൻ പഠിച്ചു. ദ്വാപരയുഗത്തോടു കൂടിയായിട്ട് കലിയുടെ ആരംഭിച്ചപ്പോഴാണ് ഭാഗവതം ഉണ്ടാക്കി ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്താ ഭാഗവതത്തിൻ്റെ പ്രത്യേകത? പരിനിഷ്ഠിതോ വിനർഗുണ്യ ഉത്തമ ശ്ലോകലീലയാ ഗൃഹീതചേതാരാജർഷേർ ആഖ്യാനം യതീതവാൻ. പരിനിഷ്ഠിതോ വിനർഗുണ്യ ഉത്തമ ശ്ലോകലീലയാ. ഇവിടെ ഒരു സംശയത്തിന് ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ്. ശുഗൻ എന്തിനാണ് ഈ ഭാഗവതവും കഥയൊക്കെ? ഇപ്പോൾ സാധാരണക്കാർക്കല്ലേ ഉണ്ട്, അതിൽ ഉയർന്നവർക്ക് ഈ കഥയെ കടന്ന് തിരിച്ചേണ്ട കാര്യമില്ല. ക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ കഥയിലേക്കും അപ്പുറത്തേക്ക് എത്തണ്ടേ? എത്തി ആളാണ് ശുഗമഹർഷി. പിന്നെ എന്തിനാ ഇപ്പം ഇത് പഠിച്ച് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാനും നിന്നത്? അത് വേറൊന്നുമല്ല, മറ്റൊരാൾക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചിട്ടുമല്ല. അതിനുവേണ്ടി തൻ്റെ നിഷ്ഠ ആരെങ്കിലും തെറ്റിക്കുമോ? അതൊന്നുമല്ല കാരണം. ഭാഗവതത്തിൻ്റെ ആകർഷകത അതന്നെ കാരണം. ഉത്തമ ശ്ലോകലീലയാ ഹിന്ദ. ഉത്തമ ശ്ലോകനായിരിക്കുന്ന ഭഗവാന്റെ ആ കഥ കേട്ടാൽ ഏത് വിരക്തനും അപ്പുറത്തെത്തിയവനും അതിലൊന്ന് ആസക്തി ഉണ്ടാവും. ഉത്തമ ശ്ലോകലീലയാ ഗൃഹീത ചേത. പരീക്ഷത്തെ ഞാൻ അങ്ങോട്ട് വീണു പോയിട്ടോ എന്ന് പറയാണ്. സത്യത്തിൽ ഞാൻ നിർഗുണനാണ്. ആഖ്യാനം യതീതവാൻ തദഹോ ഭഗീയം തനകാളകൂടഞ്ചികാംസയാപായതപ്യസാദി. തന്നെ കൊല്ലാൻ വന്നതായിട്ടുള്ള പൂതനയ്ക്ക് മോക്ഷം കൊടുത്തു ഭഗവാൻ എന്നുള്ള ശ്ലോകം കേട്ടു ശുഗമഹർഷി. ദൃശ്യ വ്യാസൻ ഇങ്ങനെ ചെല്ലുക താൻ രചിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ശ്ലോകം കേട്ടു. ബിഭ്രത് പേണഞ്ചടരപടയോ ചിങ്കവേത്രേ ചകക്ഷേ വാമോപാണേമ തൃണകവിളോ തത്ബലാന്യങ്കുലീഷു തന്മത്തേതപരിതകൃതോഹാതയന്നർമ്മ പേദേ. ഇതാണ് വസ്ത്രസ്ഥയത്തിലത്തെ കഥ. ആതയന്നർമ്മഭേദേ ബാലകേളി എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകം. ചോറുരുള കടിച്ച് ഗോപന്മാരുടെ കൂടെ പശുവിനെ മേയ്ക്കണ കൃഷ്ണൻ തമാശ പറഞ്ഞ് നിൽക്കണ സാധാരണ ഒരു ചിത്രം. ആദ്യം പറഞ്ഞതോ പൂതനയ്ക്ക് മോക്ഷം കൊടുത്ത ചിത്രം. ഈ 2 ശ്ലോകം കേട്ടപ്പോൾ ശുഗമഹർഷി മനസ്സിലാക്കി ഇത് മുഴുവൻ കേൾക്കണം. തറ സുന്ദരമായിട്ടൊന്ന് മോക്ഷം കൊടുത്ത കഥ, പിന്നെ ഒന്ന് പ്രാകൃതനായിട്ട് കളിച്ച കഥയാണ്. ചോറുള്ള കയ്യിൽ പിടിച്ച മുടിയങ്കോലൊക്കെ കക്ഷത്ത് വെച്ച് പീതാംബരത്തിൻ്റെ ഇടയിൽ ഉടക്കോഴിൽ തിരുകി തമാശയൊക്കെ പറഞ്ഞ് സാധാരണ കന്നുകാലിയെ മേയ്ക്കണ ഒരു സ്വരൂപം. എങ്ങനെയാ ഭഗവാൻ ഈ 2 അറ്റം കൈകാര്യം ചെയ്യാൻ സാധിക്കണം? ഒന്ന് മോക്ഷം കൊടുക്കുക മുതലായിട്ടുള്ള ഗംഭീര കാര്യങ്ങൾ, ഒന്ന് പ്രാകൃത ബാലൻ്റെ കാര്യങ്ങൾ. അത്ഭുതമായി ശുഗമഹർഷിക്ക്. പക്ഷെ അത് ഏതിലത്തെയാ? എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഓ വേണച്ചാ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ഇരുത്തിയാണ് പഠിപ്പിച്ചു എന്നാണ്. വേഗം പഠിക്കുകയും ചെയ്തു. അതുകൊണ്ട് എന്താ ഭാഗവതം പഠിക്കേണ്ട ആവശ്യമുണ്ടോ ശുഗനില്ല, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ എന്താ കാരണം? ഗൃഹീത ചേതാരാജർഷേ മനസ്സങ്ങട് ലയിച്ചു പോയി. ഈശ്വരകഥയാണ് കേട്ടപ്പോഴേ തന്മയത്വത്തോട് കൂടിയിട്ടാണ് ഭാഗവതം പറഞ്ഞാൽ ഏതൊരാൾക്കാ അത് കേൾക്കണ്ടെന്നുണ്ട്. പക്ഷെ അതിലില്ലാണ്ടാവുക.
ആർക്കും ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല. അത് ഭാഗവതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ എത്ര പ്രാവശ്യം ഓരോ സ്ഥലത്ത് നടക്കണമില്ലേ, 100 പ്രാവശ്യമൊക്കെ തത്ത ഒരു സ്ഥലത്ത് നടത്തിയിട്ട് പിന്നെ അതേ പുതുമ. തതകം തേപിദാസ്യാമി മഹാപൗരുഷികോ ഭവാൻ. അങ്ങ് വളരെ ധീരനാണ് പരീക്ഷിത്തെ. നിസ്സാരമായിട്ട് രാജ്യത്തെ മുഴുവൻ ത്യജിച്ചില്ലേ, സമ്മതിക്കണം അങ്ങേ. മരണമുണ്ട് എന്ന് ഉറപ്പായതുകൊണ്ട്, എല്ലാം വിട്ടുപോയത് കൊണ്ട് അങ്ങ് അങ്ങനെയാണ് ധൈര്യം. അതാ ധൈര്യം. ഒരാളുടെ മേക്കെട്ടുകയറിലല്ല ധൈര്യം. ഈ പ്രപഞ്ചത്തെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞാൽ അവനെയാണ് നമ്മൾ ധീരൻ. സവൈ ധീര ഉദാഹൃത. പല ദിക്കിലും പറഞ്ഞു യസ്യാത്മകുന്ദേപതിസതി. എന്താ ഇപ്പോൾ ഇതുകൊണ്ട് ഗുണം കണ്ടോ? സ്വർണം കിട്ടും, ധനം കിട്ടും, കൃഷിഭൂമി കിട്ടും, പറഞ്ഞില്ല ഭാഗവതം. വിട്ടേക്കും, അത് വിട്ടിട്ടാണ് വന്നിരിക്കണം പരീക്ഷിത. ഞാൻ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഭാഗവതം അഭ്യസിക്കണോ? അത് കിട്ടില്ല, അതിനെപ്പറ്റി പറഞ്ഞില്ല. യസ്യാമാഷു ഇതിലാണ് ശക്തിയുണ്ടായാൽ സ്യാൻമുകുന്ദേ മതിസതി. സർവേശ്വരനായിട്ടുള്ള ഭഗവാനിൽ സതി നല്ല ബുദ്ധി ഉണ്ടാവും, ശ്രേഷ്ഠമായിട്ടുള്ള ഭക്തിയാണ് ഉണ്ടാവുക. ഭക്തി ഉണ്ടായാൽ പിന്നെ വേറെ എന്താ, വേറെ സമ്പാദിക്കേണ്ട ആവശ്യം. സിദ്ധിയുള്ളവർക്ക് വേറെ ഓരോന്ന് ചോദിച്ചു പോകണോ? ആലോചിച്ചു നോക്കും. അഷ്ടയിച്ചിട്ട് സിദ്ധി ലഭ്യമായിട്ടുണ്ട്. എനിക്കൊരു വീട് വേണം, കുറച്ച് ധനം വേണം, കുറച്ച് ധാന്യം വേണം, ചോദിക്കേണ്ട ആവശ്യമുണ്ടോ അവർക്ക്? അതിനെ ഭക്തി സിദ്ധേർഗരീയസി. സിദ്ധിയേക്കാൾ വലുതാത്രേ ഭക്തി. ഒരു പടി മീതേനാന്നാ. കാരണം സിദ്ധന് വീണ്ടും ഇവിടെ ജനിക്കണം, ഭക്തന് ഇവിടെ ജനിക്കേണ്ട. അപ്പോൾ ആ ഭക്തി ഭഗവാനിൽ കിട്ടും. അതാണ് ഈ ഭാഗവതം അഭ്യസിച്ചാൽ ഉള്ള ഗുണം. ഏതത് നിർവിദ്യമാനാനാം ഇച്ഛതാമകുതോ അഭയം. ഭയമല്ല, അഭയം. യോഗിനാം ബ്രഹ്മനിർണീതം ഹരേർനാമാനുകീർത്തനം. ഇച്ഛതാം നിർവിദ്യമാനാനാം. അവിടെ ഇച്ഛതാം എന്ന് പറഞ്ഞാൽ ഇഹലോകത്തിൽ താല്പര്യം ഉള്ളവർക്കും. അപ്പം ഒക്കെ വേണ്ടാച്ച രുദ്രാക്ഷമാലി എടുത്ത് സന്യസിക്കുന്നവർക്കാണോ ഭാഗവതം? അല്ല. പ്രപഞ്ചത്തിലെ ഗൃഹസ്ഥാശ്രമ ലൗകിക ജീവിതം നയിക്കുന്നവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാഗവതം എടുക്കാം. ഇനി നിർവിദ്യമാനാനാം വിരക്തന്മാർക്കും ആവാം, ആഗ്രഹമുള്ള ഏവർക്കും ആവാം. ഇപ്പോൾ വിരക്തിയില്ലാത്തവർക്കും യോഗിനാം, ഈ യോഗികൾക്ക്. അതാരാ യോഗികൾ? വിരക്തി വന്ന് ഈശ്വരനെ ഭജിച്ച് എവിടേക്കോ എത്തിയവർ. അതാണ് എത്താനാണ് ഭാഗവതം. എത്തിക്കഴിഞ്ഞാൽ വേണ്ടാന്ന് ചിലർ ചില കാലത്ത് വാദിച്ചിരുന്നു. ഇതൊക്കെ അവിടേക്ക് എത്താനുള്ള മാർഗ്ഗമല്ലേ, എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഭാഗവതമൊക്കെ? ഒരു കഥകൾ. അവിടേക്ക് എത്താനല്ലേ, എത്തിക്കഴിഞ്ഞാൽ പ്രസക്തി ഉണ്ടോ? ഉണ്ട്. യോഗികൾ, അതാണ് നമ്മുടെ പ്രശ്നം. യോഗികൾ എവിടേക്കോ എത്തിയവരാണ്, ശ്രമിക്കണവരല്ല. അവർക്കും ഉണ്ടത്രേ ശ്രീമദ് ഭാഗവതം കേട്ടാൽ ഒരു ലയം. അതാണ് യോഗിനാം, യോഗികൾക്കും. അകുതോ ഭയം, ഭയത്തെ നശിപ്പിക്കുന്ന ഹരിയുടെ കീർത്തനം. ഹരിയുടെ നാമാനുകീർത്തനം വളരെയേറെ സുഖത്തെ കൊടുക്കുന്നതാണ്. വിരക്തന്മാർക്ക്, സക്തന്മാർക്ക്, യോഗികൾക്ക്, ധന്മാർക്ക് ഇനി അങ്ങനെയില്ല. എല്ലാ തലത്തിൽപ്പെട്ടവർക്കും ഈ ഭാഗവതം ആസ്വാദ്യമാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതിന് അധികാരി എല്ലാവരും ആണ്. ഏതത് നിർവിദ്യമാനാമിച്ഛതാമകുതോ അഭയം. പേടിയില്ലാതിരിക്കണം എന്നുണ്ടോ നിങ്ങൾക്ക്? മരണത്തെ വിശേഷിച്ചും യാതൊന്നിനെയും ഭയമില്ലാണ്ടിരിക്കുക. അവിടെ ഭയം എന്ന് പറഞ്ഞാൽ ആശങ്കകളാണ്. ഈശ്വരാ എങ്ങനെ കഴിഞ്ഞുകൂടും, ആ ഒരു പ്രശ്നം ഞാൻ എങ്ങനെ നേരിടും, ഒക്കെ ഭയത്തിൽപ്പെടും കേട്ടോ. ഇടിവെട്ടി പേടിച്ചു, മരണത്തെ പേടിച്ചു, അത് മാത്രമല്ല. ഭയങ്കര മൃഗത്തെ പേടിക്കുക, രാക്ഷസന്മാരെ പേടിക്കുക, അതല്ല, അത് മാത്രമല്ല. ഇവിടെ അഭയം, ഭയാശങ്കകൾ, മനോദുഃഖം എന്ന് പൊതുവേ പറയാം. അതൊക്കെ ഇല്ലാണ്ടാവും. യോഗിനാം നൃപ നിർണീതം ഹരേർ നാമാനുകീർത്തനം. യോഗികൾക്കും ആ ഹരിയുടെ നാമകീർത്തനങ്ങൾ, വിരക്തന്മാർക്ക് അതുപോലെ തന്നെ വിരക്തന്മാരല്ലാത്തവർക്ക്, ലോകജീവിതം നയിക്കുന്നവർക്കും യോഗികൾക്കും ഭഗവത് കഥ വളരെയേറെ സുഖത്തെ നൽകുന്നതാണ്. അതുകൊണ്ട് അങ്ങേക്ക് 7 ദിവസമല്ലേ, ആ 7 ദിവസം ശ്രീമദ് ഭാഗവതം കേട്ട് ഈ മരണഭയത്തിൽ നിന്ന് രക്ഷപ്പെടാം, എല്ലാവിധ സൗഖ്യങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞു വീണ്ടും ശുഖമഹർഷി തുടരുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ വിദ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ
കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.